നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഭരണം തുടങ്ങിയതേ ഉള്ളൂ UDF. മുഖ്യമന്ത്രി ഉൾപ്പെടെ ചെയ്യുന്ന ഈ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർമാരെയൊക്കെ പോസ്റ്റ് ചെയ്തു, വകുപ്പ് സെക്രട്ടറിമാരെയൊക്കെ പോസ്റ്റ് ചെയ്തു. അത് ആ വകുപ്പിലെ മന്ത്രിമാര് പോലും അറിയാതെയാണ് ആ പോസ്റ്റിംഗ് ഒക്കെ നടത്തിയെന്നുള്ള ഒരു ആരോപണം വന്ന്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയെ പോസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ MLA അവരുടെ PA എടുക്കുന്നത് പോലും ആരോപണങ്ങളുടെ മേളിൽ ആരോപണങ്ങളായിട്ട് നിൽക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ ഇടതുമുന്നണിയുടെ, പ്രത്യേകിച്ച് CPM കിരാത ഭരണം, അത് സഹിക്കവയ്യാതെയാണ് ഈ ജനം ഇത്രയും വോട്ട് ചെയ്ത് ഇത്രയും ഭൂരിപക്ഷത്തിൽ ഇവരെ കയറ്റിയത്. എന്നിട്ട് അവരും കുത്തരയിൽ കല്ലുകടി എന്ന് പറയുന്നത് പോലെ ആദ്യമേ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കുന്നത് ശരിയാണ്. അത് ഈ നിയമനങ്ങളെ സംബന്ധിച്ച് ഈ IAS ഉദ്യോഗസ്ഥന്മാരെ നിയമനം നടത്തുന്നത് UDF ഭരണകാലത്ത്, ഇതിന് മുമ്പോട്ടുള്ള ചരിത്രം ഞാൻ പറഞ്ഞത്, ഈ പിണറായി വിജയൻ സർക്കാർ വരുന്നതിന് മുമ്പുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് UDF ഭരണകാലത്ത് അത് ക്യാബിനറ്റ് തീരുമാനിച്ചിരുന്നു. മുഖ്യമന്ത്രിക്ക് നിയമിക്കാനുള്ള അധികാരം ഉണ്ടെങ്കിലും മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാരുടെ വകുപ്പുകളിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുമ്പോൾ ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് അവരുടെ അഭിപ്രായം കൂടെ ആരാഞ്ഞ ശേഷമാണ് നിയമിക്കുന്നത്. പക്ഷെ പിണറായി വിജയൻ അതെല്ലാം മാറ്റി. പിണറായി വിജയൻ ഇത് ക്യാബിനറ്റിൽ കൊണ്ടുപോകാതെ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പ്രിറോഗേറ്റീവ്, അതായത് പൊതുഭരണ വകുപ്പ് ആരുടെ കയ്യിലിരിക്കുന്ന അവർക്കാണ് നിയമനത്തിലുള്ള അധികാരം, അത് വെച്ചിട്ട് പുള്ളി സ്വമേധയാ ഇതെല്ലാം അങ്ങ് പത്രക്കുറിപ്പായിട്ട് ഇറക്കുകയായിരുന്നു പതിവ്. ഇപ്പോൾ ഭരണം മാറി, UDF വരിക എന്ന് പറഞ്ഞാൽ പഴയത് തിരിച്ചു വരിക എന്നല്ലേ അർത്ഥം. പക്ഷെ ഇപ്പോൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഈ നിയമനങ്ങളൊക്കെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ഥലമാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നത് ആരും അറിയാതെയാണ് എന്നുള്ളതാണ് ഇപ്പം പുതിയ ആരോപണം വന്നിരിക്കുന്നത്. അപ്പം ഈ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ ഈ മന്ത്രിസഭയിലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ സതീശൻ തന്നെ ഇങ്ങനെ ചെയ്തത് എന്താന്നുള്ളതാണ് ഒരു ചോദ്യം വന്നത്. അപ്പം ഒന്ന് ഈ കളക്ടർമാര് 4-5 ജില്ലകളിലെ കളക്ടർമാരെ മാറ്റി. പക്ഷെ റവന്യൂ മിനിസ്റ്ററോട് പറഞ്ഞില്ല എന്ന് പറയുന്നു. റവന്യൂ മിനിസ്റ്റർ സ്ഥലത്തിലായിരുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട അവധിയിലൊക്കെ ആയിരുന്നിരിക്കാം, എന്തോ സ്ഥലത്തിലായിരുന്നൊക്കെ ശരിയായിരിക്കാം. പക്ഷേ റവന്യൂ മിനിസ്റ്റർ അറിഞ്ഞില്ല. നല്ലൊരു കൺസെന്റ് വാങ്ങിക്കണമായിരുന്നു. അതെ, നമുക്ക് അറിയുന്നില്ല കൺസെന്റ് മേടിച്ചോ ഇല്ലോ എന്ന് മിനിസ്റ്റർ പറയാതെ അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെയാണ് ഒരു ആരോപണം വന്നത്. രണ്ടാമത്തേത്, ഈ ഒരു കളക്ടറെ മാറ്റി നിയമിച്ചത് റവന്യൂ വ്യവസായ മന്ത്രിയുടെ കീഴിലുള്ള ഒരു പോസ്റ്റിലേക്കാണ്. കണ്ണൂരിലെ കളക്ടർ നമുക്കറിയാമല്ലോ, വിവാദത്തിൽപ്പെട്ട ആളാണ്. അവിടുത്തെ നവീൻ ബാബു കേസില് പുള്ളിക്ക് ഒരു ഷെയ്ഡിൽ നിൽക്കുന്ന ഒരു കളക്ടറാണ്. അപ്പം ആ കക്ഷിയെ കൊണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പിൽ കുഞ്ഞാലിക്കുട്ടി അറിയാതെ നിയമിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് വിശദീകരണം ഞാനിപ്പോ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്, ഇത് ചീഫ് സെക്രട്ടറി, പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഇടപാടിൽ വന്ന എന്തോ ഒരു പെശകാണ്. ചീഫ് സെക്രട്ടറി ഇവരെയൊക്കെ നിശ്ചിത ഡേറ്റിനുള്ളിൽ ഈ കളക്ടർമാരെ മാറ്റണം. അവരുടെ 3 വർഷത്തെ എന്തോ കാലാവധി കഴിഞ്ഞു. അപ്പൊ അതിനകമായിട്ട് അവരെ മാറ്റുക എന്നുള്ളൊരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ മാറ്റാനുള്ള ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് മാറ്റി. ഇവരെ ഇനിയും വേണമെങ്കിൽ ഇതൊക്കെ തിരിച്ച് മാറ്റാം. മന്ത്രിമാർക്ക് ആർക്കെങ്കിലും അവരുടെ വകുപ്പിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചത് ശരിയായില്ലെങ്കിൽ അവർ തിരിച്ചു വീണ്ടും അവർക്ക് മാറ്റുന്നതൊന്നും തടസ്സമില്ല എന്നും, താൽക്കാലികമായിട്ട് പെട്ടെന്ന് എടുക്കേണ്ട ഒരു തീരുമാനം കൊണ്ട് സംഭവിച്ചാണെന്നും പറയുന്നു. പക്ഷെ എന്തായാലും ഒരു കുത്തരിയിൽ കല്ല് കഴിച്ച പോലെ ആയിപ്പോയി ഇത്. കാരണം മുഖ്യമന്ത്രിക്ക് ഇതിനുള്ള പ്രിറോഗേറ്റീവ് ഉണ്ടെങ്കിലും അധികാരം ഉണ്ടെങ്കിലും അദ്ദേഹം ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ സഹമന്ത്രിമാരുടെ അഭിപ്രായം കൂടെ ചോദിച്ചിട്ട് വേണം അവരുടെ വകുപ്പുകളിലൊക്കെ ആളുകളെ നിയമിക്കാനായിട്ട്. പക്ഷെ ഞാൻ കരുതുന്നത് PD സതീശൻ അങ്ങനെയുള്ള ഒരു സ്വേച്ഛാധിപത്യം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഇനി അങ്ങോട്ട് എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചും ഒക്കെ തന്നെയായിരിക്കും ചെയ്യുക. ഇതിങ്ങനെ സംഭവിച്ചത് വളരെ യാദൃശ്യമായിട്ട് സംഭവിച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലിരുന്ന ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ രത്തൻ കേൽക്കറുടെ നിയമനം, രത്തൻ കേൽക്കറുടെ നിയമനത്തെ കുറിച്ച് ഈ ആരോപണം പോലെയുള്ള കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഇലക്ഷൻ ചീഫ് ഇലക്ടർ ഓഫീസർ ആയിരുന്നു അദ്ദേഹം. ചീഫ് ഇലക്ടർ ഓഫീസറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് നിയമിക്കാൻ പാടില്ല എന്നോ? എന്തുകൊണ്ട് പാടില്ല? അപ്പൊ എന്തോ ചീഫ് ഇലക്ടർ ഓഫീസർ ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടി, അല്ല അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടി എന്തോ ഫേവർ ചെയ്ത് കൊടുത്തു എന്നുള്ള ആരോപണമൊക്കെ വളരെ ബാലിശമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിനെക്കുറിച്ച് പറയുന്നത്, ഇത് ഇങ്ങനെയുള്ള ഒരു നിയമനത്തെ രാഹുൽ ഗാന്ധി വിമർശിച്ചു എന്നാണ് ബംഗാളില്. മറ്റ് സ്റ്റേറ്റുകളിൽ BJP ചെയ്ത പോലെ മറ്റ് സ്റ്റേറ്റുകളിൽ ചെയ്തതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, ഇവിടെ ബേസിക് ആയിട്ടുള്ള ചോദ്യം എന്താണ്? രത്തൻ കേൽക്കർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ എത്രമാത്രം ഫെയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്? അയാളെ എത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യാം? അയാളുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? അയാളെ മുഖ്യമന്ത്രി പുള്ളിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് നിയമിച്ചത് തെറ്റാണ്.
ഇതാണ് ഇവിടുത്തെ ചോദ്യം. അത് തെളിയിക്കണമെങ്കിൽ, തെറ്റാണെന്ന് പറയണമെങ്കിൽ അയാളുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കണം, അയാളെ ഏതെങ്കിലും പിന്നെ പാർട്ടിയോടോ ഏതെങ്കിലും സമുദായത്തോടോ ചായവുള്ള ആളാണോ എന്ന് നോക്കണം, അല്ലെ അയാൾ അഴിമതിക്കാരാണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ അയാൾ ഇലക്ഷനിൽ എന്തെങ്കിലും റിഗ്ഗിങ് നടത്താനായിട്ട് കൂട്ടുന്നു നോക്കണം. ഇതൊന്നും ഇല്ലാതെ വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പം എന്ത് ചെയ്താലും വിമർശനം വരും, നമ്മുടെ നാട്ടിന്റെ സ്വഭാവം അതാണ്. പക്ഷെ രത്തൻ കേൽക്കറുടെ കാര്യത്തില് ഇപ്പൊ രാവിലെ മുഖ്യമന്ത്രി തന്നെ അതിനെക്കുറിച്ച് വിശദീകരിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞത് മന്ത്രിസഭായോഗം കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തുകൊണ്ട് ഞാൻ അത് നിയമിക്കരുത് എന്നുള്ളത് ആരും പറയുന്നില്ല. അല്ലാതെ മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ഇപ്പൊ ഇലക്ട്രൽ ഓഫീസറായിട്ട് അദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് റിട്ടയർമെന്റിലേക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ചീഫ് ഇലക്ടറൽ ഓഫീസർ അദ്ദേഹത്തിന് ജോലി ഭംഗിയായി നിർവഹിച്ചാൽ ഇപ്പൊ ഇവിടുത്തെ ഇലക്ഷനെ കുറിച്ച് എന്തെങ്കിലും പരാതി ഒന്നും ഇല്ലല്ലോ. അപ്പൊ അയാളുടെ ജോലി നന്നായിട്ട് നിർവഹിച്ചു. പിന്നെ ഇതെന്താ BJP-കാരുടെ താല്പര്യമാണ്, എന്തൊരു ബാലിശമാണ്. BJP-കാർക്ക് അങ്ങനെ ഇയാള് BJP-കാരെ സഹായിച്ച ആളാണെങ്കിലേ അവിടെ BJP-ക്ക് ഇവിടെ സീറ്റ് കിട്ടുന്നത്. അല്ല, അത് മാത്രമല്ല, പിന്നെ ഇവരെ നിയമിക്കുന്നത് കഴിഞ്ഞ ഭരണകാലത്ത് മന്ത്രിസഭ പിന്നെ ഗവൺമെന്റ് കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് അതിൽ നിന്നല്ലേ ആളുകളെ പോസ്റ്റ് ചെയ്യും. അതൊന്ന് CPM ആണ് CPM കൊടുത്ത ലിസ്റ്റ് നിയമിച്ചാണ്. അത് നമ്പർ 2 അതല്ല. ഇതിനകത്ത് BJP-ക്ക് ഇതിനകത്ത് തമാശ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? BJP ഇവിടുത്തെ കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി, അതായത് CPM-നെ അട്ടിമറിക്കാൻ വേണ്ടി, കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി ഇയാളെ ഇവിടെ നിയമിച്ചു കൊടുത്തു കോൺഗ്രസിന് വേണ്ടി. അതിന്റെ നന്ദി കാണിച്ചതാണ്. എന്തൊരു ബാലിശമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ BJP ഭരണകൂടത്തിന് ഈ രത്തൻ കേൽക്കർ ഇവിടെ വെച്ചിട്ട് ഒരു 70 സീറ്റ് ഉണ്ടാക്കായിരുന്നെങ്കിൽ അവർക്കൂടെ പരിഹരിക്കായിരുന്നല്ലോ. അതെ. അപ്പൊ അതിനകത്ത് ബാലിശമായ വാദങ്ങൾ. വേറൊരു വളരെ രസകരമായി എനിക്ക് തോന്നിയത് വേറൊന്ന്, അവര് പറയാ VD സതീശൻ ഇലക്ഷന് മുമ്പ് 102 സീറ്റ് കിട്ടുമെന്ന് പറയുന്നു. ബാക്കി എല്ലാവരും പറഞ്ഞത് 85 സീറ്റ് 90 സീറ്റ്. VD സതീശൻ മാത്രം 102 സീറ്റ്. പിന്നെ അത് മാത്രമല്ല, ഈ വോട്ടർ പട്ടികയില് പിന്നെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് കോൺഗ്രസുകാരുടെ മുഴുവൻ വോട്ടുകളും ചേർത്തതിന് ശേഷം അത് ക്ലോസ് ചെയ്യും. മറ്റവർക്ക് വോട്ട് ചെയ്യാൻ വോട്ടർമാരെ ചേർക്കാൻ പറ്റില്ല. ഇങ്ങനെ അതിനകത്ത് നമുക്കൊരു കേട്ടെടുത്തോളം. പക്ഷെ ഇനിയും ഉള്ള നിയമനങ്ങളില് ഇങ്ങനെയുള്ള വീഴ്ചകൾ സംഭവിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആൻസറബിൾ. പക്ഷെ ഇപ്പോഴത്തേത് എനിക്ക് തോന്നുന്ന വിശദീകരണം കൊണ്ടത് തീരുന്ന വിഷയമുള്ളെന്ന് എനിക്ക് തോന്നുന്നു. അതിന്ന് രാവിലെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് ഇന്ന് 2 ദിവസം അവധിയായതുകൊണ്ട് ക്യാബിനറ്റ് ഇന്ന് പിന്നെ കൂടി, അതുപോലെ നയപ്രഖ്യാപനം, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ക്യാബിനറ്റ് അംഗീകരിച്ചു. പക്ഷെ ചില MLA-മാരൊക്കെ നിയമനങ്ങൾ നടത്തുന്നതൊക്കെ അവരുടെ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരിൽ പോലും അല്ലെന്നുള്ള ആരോപണം. അത് അങ്ങനെ ഒരു വിവാദം വന്നു. നെയ്യാറ്റിൻകര MLA എൻ ശക്തൻ, അദ്ദേഹം മുൻപ് മന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു. അദ്ദേഹത്തിന്റെ PA ആയിട്ട് വെച്ചത് ഒരു CPM-കാരനെ, NGO യൂണിയൻകാരനെ. അല്ല, അത് ഈ പിന്നെ അതെ, ഒരു സീറ്റ് ഒരൊറ്റ പോസ്റ്റാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇത് ആളുകളുടെ മുന്നിൽ നമുക്കൊരു മാതൃകയല്ലേ. നമ്മളിപ്പോ ഒരു പക്ഷേ നല്ലവനായിരിക്കും, നമുക്കറിയില്ല. പക്ഷെ ഒരു കോൺഗ്രസ് MLA, ഒരു CPM-ന്റെ MLA ആരെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ കൊണ്ട് വെക്കുവോ? ഒരിക്കലും വെക്കില്ല. അപ്പൊ കോൺഗ്രസ്സുകാരൻ എന്തുകൊണ്ട് ചെയ്തെന്നുള്ളത് വാസ്തവത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഒരു ആളുകളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ട ഒരു മാതൃകയാണ്. ഞാൻ എന്റെ പാർട്ടിക്കാരനെ സഹായിക്കണം. ഒരാളെങ്കിൽ ഒരാള്, ഒരു പക്ഷേ ഉള്ളായിരിക്കും, അവിടെ 100 പേരുണ്ടാവും. പക്ഷെ ഒരാളെങ്കിലും വെക്കുകയാണെങ്കിൽ പാർട്ടിക്കാരന് വെക്കുക എന്നുള്ള ഒരു മര്യാദയാണ്. ഇദ്ദേഹത്തെ ജയിപ്പിക്കാനായിട്ട് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ അക്ഷീണം പ്രവർത്തിച്ചിട്ടല്ലേ ഇയാൾ ജയിച്ചത്. ഇയാൾക്കെതിരെ നിന്നവരല്ലേ മാർക്സിസ്റ്റ് പാർട്ടിക്കാര്. പിന്നെ അറിയത്തില്ല CPM-കാരൻ വല്ല സഹായിച്ചിട്ടുണ്ട്. എന്നാ പോലും ഈ ഒരു ഒറ്റ പോസ്റ്റിലേക്ക് ഇത് കൊണ്ടുവെക്കുമ്പോൾ ആരോപണം. പിന്നെ എനിക്ക് എന്നെക്കാൾ ഒരു പക്ഷെ അറിയായിരിക്കും, പത്തനംതിട്ടയില് അവിടുത്തെ CPM സ്ഥാനാർത്ഥിയെ, അതായത് ശശർ വിടാഴ്ചൊന്നും തോൽപ്പിക്കാൻ വേണ്ടി അവിടുത്തെ CPM-കാർ എത്രമാത്രം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തു, ആരെയൊക്കെ കണ്ടു, എന്തൊക്കെ ചെയ്യുന്നുള്ളവർ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു ഉപകാരസ്മരണയാണോ എന്ന് നമുക്കറിയില്ലല്ലോ. എന്നാൽ ഇതുപോലെ ഒരു നിയമനമൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ നോക്കിയിരിക്കുന്നതല്ലേ. പ്രത്യേകിച്ച് CPM-നെ പോലുള്ള ഒരു പാർട്ടിക്കാരനെ വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് തീർത്തും അവിടുത്തെ ഇയാൾക്ക് വേണ്ടി പ്രവർത്തിച്ച പാർട്ടിക്കാരെ വെറും മൊണ്ണാളാക്കുന്ന രീതിയായിപ്പോയി. അത് പാടില്ല. ഇപ്പൊ ഇയാളെ മന്ത്രിയാക്കിയിരുന്നെങ്കിലോ അല്ലെങ്കിൽ സ്പീക്കറാക്കിയിരുന്നെങ്കിലോ എന്ത് ചെയ്തേനെ? അതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ മറിച്ചാരെ വെച്ചേനെ. ഇതാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ കുഴപ്പം. അവർക്ക് എന്തു ആകാം. അതുപോലെ വേറൊരു കാര്യമുണ്ട്, ഞാൻ കണ്ടുള്ള കാര്യമാണ് പറയാണ്. CPM-കാരന്റെ ഒരു മന്ത്രിയുടെ ഓഫീസിൽ ഏതെങ്കിലും ഒരു ശുപാർശയുമായിട്ട് ഒരാൾ വന്നാലേ അവിടെ പാർട്ടി ഘടകത്തിൽ പോയി പറയാം, ലോക്കൽ കമ്മിറ്റി മുതൽ മേളിലോട്ട് പോകണം. കോൺഗ്രസ്സുകാരുടെ വീട്ടിലാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ കാര്യം സാധിക്കാവുന്നത് വല്ല CPM-കാരനോ മറ്റു പാർട്ടിക്കാർക്കും ആയിരിക്കും. അവർക്ക് അവിടെ നല്ല ഫ്രീഡമാണ്.
അവർക്ക് ഇത് പണ്ടെങ്ങനെയാണ് ഇപ്പൊ എനിക്കറിയില്ല. ഇനി അതിനൊക്കെ കോൺഗ്രസ്സുകാർ വളരെ വിശാല മനസ്കാരം. അതെ, ഇതൊക്കെ പണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിലൊക്കെ ഒരു മാറ്റം വരണം. കാര്യം 102 സീറ്റോടുകൂടി ഇവരെ വിജയിപ്പിച്ചപ്പോൾ ഇവരതൊക്കെ നോക്കിക്കണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജനം നോക്കിയിരിക്കുക. പണ്ടത്തെ പോലല്ല. ഇന്ന് സോഷ്യൽ മീഡിയ ഓരോ ആളുകളുടെയും ജീവിതത്തെ വരെ, അവന്റെ ജീവിതം തന്നെ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കുന്നത് സോഷ്യൽ മീഡിയ ആയി മാറിയിട്ടുണ്ട്. ഓരോ ദിവസം കഴിയുന്നതും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ ഈ കോക്രോച്ച് എന്താ പാർട്ടിയൊക്കെ വന്നത്? അയ്യോ, അതൊന്ന് ആലോചിച്ച് നോക്കിയല്ലേ. ഇന്ത്യയുടെ സ്വാധീനമല്ലേ? അതെ, പാർട്ടി ചിന്തിക്കാൻ പറ്റും ഇങ്ങനെ ഒരു പാർട്ടി 2 ദിവസം കൊണ്ട് പാർട്ടി ലക്ഷങ്ങൾ കോടികള് പക്ഷെ അത് തിരിച്ചു കൊടുത്തു. അത് പിന്നെ അവരുടെ പേജൊക്കെ. അല്ലെ, എന്നാലും അങ്ങനെ സംഭവിക്കുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഏത് നിമിഷവും വൈകാരികമായിട്ട് ആളുകളെ ഇളക്കി ഒരു അഭിപ്രായ രൂപീകരണം നടത്തി ഇവിടെ എന്ത് നടത്താമെന്നുള്ളതാണ് നല്ലൊരു സൂചന. ഈ വലിയ അപകടമാണ്. അതെ, ഭരണവിരുദ്ധ വികാരമാണ് അതിനെ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് അത് ഭരിക്കുന്ന ഭരണം ഉണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിപ്പോ UDF ഭരിക്കുന്നു, ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഭരണവിരുദ്ധ വികാരം തുടങ്ങുന്നില്ല. ഒരു വർഷം ഇതെന്തോ പിന്നെ VD സതീശൻ മുഖ്യമന്ത്രിയായിട്ടിരുന്നുകൊണ്ട് ഭരണം നടത്തി അവിടെ പാലം തന്നെ ഒഴുകുന്നു, ഇവിടെ എല്ലാം ഒരു ക്ഷേമ രാഷ്ട്രമായിട്ട് മാറുമെന്ന് ആരും കരുതുന്നില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും. ഇന്നലെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സാറ് പറഞ്ഞത് എത്ര, ഒരു വർഷം? എന്തിനാ ഒരു വർഷം? ഇന്നലെ ഒരു പിന്നെ കോൺഗ്രസ്സുകാരൻ തന്നെ പങ്കുവെച്ച് സംസാരിച്ചോ പറഞ്ഞ്, എന്തിനാ ഒരു 3 മാസം കഴിയട്ടെ നമുക്ക് നോക്കാം. അതെ, 3 മാസം കഴിയുമ്പോൾ തുടങ്ങും. ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞതാ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല പറഞ്ഞത്, കോൺഗ്രസ്സുകാരൻ പറഞ്ഞതാ. അത് കോൺഗ്രസ്സുകാരന്റെ രക്തത്തിലുള്ള